പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. ജൂലൈ മാസത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയാണ്. ഇന്നലെ 26-ാം തീയതി ജൂലൈ 26 വിശുദ്ധ അന്നായുടെയും ജോവാക്യമിൻ്റെ തിരുനാൾ. അതിനോടനുബന്ധിച്ച് വരുന്ന, അതായത് ജൂലൈ മാസത്തിലെ 4-ാമത്തെ ഞായറാഴ്ച, അത് മുതിർന്നവരുടെ, പ്രത്യേകിച്ച് അപ്പൂപ്പനമ്മൂമ്മമാരുടെ ഒരു ദിവസമായിട്ട് കൊണ്ടാടാനായിട്ട് നമ്മുടെ ഫ്രാൻസിസ് പാപ്പാം 2021 അത് ആരംഭിച്ചതാണ്. ഇന്ന് 5-ാമത്തെ വർഷമാണത്. ഇന്നാണ് ആ ദിവസം. നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മുതിർന്നവരെ ഓർക്കാം. നമുക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്ത് കടന്നുപോയ ഓരോ പള്ളിയിലും ഉണ്ടാകും അവർ നിശബ്ദരായിട്ട് കടന്നു പോകുന്നവർ. അവരുടെയൊക്കെ പ്രാർത്ഥന ആണ് പള്ളിയെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത്. അവരവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ജപമാലകളൊക്കെ നമുക്ക് നൽകിയ മാതൃകകൾ എല്ലാം അവരെ ഓർക്കാം. ഇന്ന് ഈ വർഷം ഈ തിരുനാൾ കൊണ്ടാടുമ്പോഴും അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം ഇതാണ്. പ്രഭാഷകൻ 14:2. പ്രത്യാശ കൈവടിയാത്തവൻ ഭാഗ്യവാൻ. പ്രത്യാശ കൈവടിയാത്തവൻ ഭാഗ്യവാൻ. നമ്മളിന്ന് ഈ തീർത്ഥാടനം നടത്തുമ്പോൾ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ തീർത്ഥാടനം, ഈ പരിശുദ്ധ ബലിയർപ്പണം, ഇത് വലിയ പ്രത്യാശ നൽകട്ടെ. നമ്മൾ ചേർത്ത് വെച്ച പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ എല്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം നമ്മളെ സഹായിക്കും എന്ന വലിയ പ്രത്യാശ ഈ കുർബാനയുടെ പ്രാരംഭ വേളയിൽ തന്നെ നമുക്ക് ദൈവം പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ശ്രദ്ധയോടുകൂടെ, ഭക്തിയോടുകൂടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ക്രിസ്തുവേ കനിയണമേ.
കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനേ. സർവ്വേകശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൽ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ പ്രത്യാശയർപ്പിക്കുന്നവരുടെ സംരക്ഷകനായ ദൈവമേ, അങ്ങേ കൂടാതെ ഒന്നും സാധ്യമല്ല, വിശുദ്ധവുമല്ല. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ വർദ്ധമാനമാക്കണമേ. അങ്ങനെ നിയന്താവും നായകനുമായ അങ്ങ് വഴി ഇപ്പോൾ നശ്വരമായ നന്മകൾ ഉപയോഗിക്കുന്ന പോലെ അനശ്വരമായവയും മുറുകെ പിടിക്കാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ
യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് കർത്താവ് അരുൾ ചെയ്തു, സോദോമിനും ഗൊമോറയ്ക്കുമെതിരായുള്ള മുറവിളി വളരെ വലുതാണ്, അവരുടെ പാപം ഗുരുതരവുമാണ്. അതിനാൽ അവരുടെ പ്രവൃത്തികൾ എൻ്റെ സന്നിധിയിലെത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോകുകയാണ്. അവർ അവിടെ നിന്ന് സോദോമിന് നേരെ നടന്നു. അബ്രാഹാം അപ്പോഴും കർത്താവിൻ്റെ മുൻപിൽ തന്നെ നിന്നു. അബ്രാഹാം അവിടത്തെ സമീപിച്ച് ചോദിച്ചു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ? നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമോ? അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്നൊഴിവാക്കില്ലേ? ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക, അത് അങ്ങിൽ നിന്നും ഉണ്ടാകാതിരിക്കട്ടെ. ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഭൂമി മുഴുവൻ്റെയും വിധികർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ? കർത്താവ് അരുൾ ചെയ്തു, സോദോം നഗരത്തിൽ 50 നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും. അബ്രാഹാം വീണ്ടും പറഞ്ഞു, പൊടിയും ചാരവുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ. നീതിമാന്മാർ 50-ന് 5 കുറവാണെന്ന് വന്നാലോ? 5 പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ? അവിടെന്ന് പറഞ്ഞു, 45 പേരെ കണ്ടെത്തിയാൽ ഞാനതിനെ നശിപ്പിക്കുകയില്ല. അവൻ വീണ്ടും ചോദിച്ചു, 40 പേരെയുള്ളുവെങ്കിലോ? അവിടുന്ന് പ്രതിവചിച്ചു, ആ 40 പേരെ പ്രതി നഗരം ഞാൻ നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, ഞാൻ വീണ്ടും സംസാരിക്കുന്നത് കൊണ്ട് കർത്താവ് കോപിക്കരുതേ. ഒരു പക്ഷേ 30 പേരെയുള്ളുവെങ്കിലോ? അവിടുന്ന് അരുൾ ചെയ്തു, 30 പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാനത് നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുനിഞ്ഞല്ലോ. 20 പേരെയുള്ളുവെങ്കിലോ? അവിടുന്ന് അരുൾ ചെയ്തു, 20 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, കർത്താവേ, കോപിക്കരുതേ. ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ. 10 പേരെ അവിടെയുള്ളുവെങ്കിലോ? അവിടുന്ന് അരുൾ ചെയ്തു, ആ 10 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവെ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. കർത്താവേ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. കർത്താവേ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവേ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. കർത്താവ് മഹോന്നതനെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു. അഹങ്കാരികളെ അവിടുന്ന് അകലെ വെച്ച് തന്നെ അറിയുന്നു. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവൻ അവിടുന്ന് പരിപാലിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും. കർത്താവേ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുത്തെ വലതുകൈ എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവേ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങൾ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിലൊരുവൻ വന്നു പറഞ്ഞു, കർത്താവെ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അരുൾ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടായിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ അവൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തു നിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കഥ കടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണെന്ന് എന്നതിൻ്റെ പേരിൽ അവന് കൊടുക്കാൻ വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്നവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിലേത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം 138:3 കർത്താവെ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. കർത്താവെ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഇത് നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വചനമാണ്. കുറേ പേർക്കെങ്കിലും അത് നല്ല അനുഭവമായിരിക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ മുതിർന്ന മാതാപിതാക്കളെ ഓർക്കുന്ന ദിവസത്തിന് കത്തോലിക്ക സഭ നമുക്ക് നൽകുന്ന വചനം പ്രഭാഷകൻ 14:2 പ്രത്യാശ കൈവടിയാത്തവൻ ഭാഗ്യവാൻ. ഈ പ്രാർത്ഥനയിൽ ഒരു പ്രത്യാശയുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന പ്രത്യാശ. ആ പ്രത്യാശ കൈവിടാതെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. നമുക്ക് പല രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അല്ല, വിളിച്ചപേക്ഷ ഒരു രീതിയാണ്. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു രീതിയാണ്.
അല്ലെ? ബൈബിളിൽ നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. ബർത്തമിയോസ്, അന്ധനായ ബർത്തമിയോസ് ഈശോ പോകുന്നത് ഇങ്ങനെ അറിയുമ്പോൾ, കാണുന്നില്ല, പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ, ആ വഴി പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. അത് മർക്കോസിൻ്റെ സുവിശേഷം 10:47 ദാവീദിൻ്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ. പലരും അവന് ശകാരിച്ചു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു, പക്ഷെ അവൻ അത് നിർത്തിയില്ല. അതാണ് അവൻ്റെ അനുഗ്രഹത്തിന് കാരണമായത്. അത് യേശു കേട്ടു, അവന് വന്ന് സൗഖ്യം കൊടുത്തു. ഇപ്പോൾ വിളിച്ചപേക്ഷ അതൊരു രീതിയാണ്. വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമരുളി. കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക, അതിന് ലജ്ജ തോന്നരുത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനായിട്ട്. ഇനി രണ്ടാമത്തെ ഒരു രീതി ഇന്നത്തെ സുവിശേഷത്തിൽ നിർബന്ധിക്കുക. ഒരു കുഞ്ഞ് ഒരു ആവശ്യത്തിന് വേണ്ടി അപ്പനും അമ്മയും നിർബന്ധിക്കുന്നത് പോലെ, വാശി പിടിച്ച് കരയുന്നത് പോലെ, ചിലപ്പോൾ നിലത്ത് കിടന്ന് ഉരുളും അത്, എന്നിട്ട് അത് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ നിർബന്ധം. അതിന് ഇമ്പോർച്യുണേറ്റ് എന്നൊരു വാക്ക് പറയുന്നുണ്ട്. ഇമ്പോർച്യുണേറ്റ് ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിർബന്ധിച്ചുള്ള പ്രാർത്ഥനയാണ്. ഇങ്ങനെ ഇടതടവില്ലാതെ നിർബന്ധിക്കുക, ഒരു മടുപ്പും കൂടാതെ നിർബന്ധിക്കുക. കർത്താവേ എനിക്കത് തന്നേ പറ്റൂ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. നിർബന്ധിച്ച് പ്രാർത്ഥിക്കുക അതൊരു രീതിയാണ്. ഇനി മറ്റൊരു പ്രാർത്ഥനയാണ് അനുതപിച്ച് പ്രാർത്ഥിക്കുക. അത് ധൂർത്തപുത്രൻ്റെ കാര്യത്തിൽ അനുതാപമാണ് അവന് അനുഗ്രഹമായിട്ട് മാറിയത്. ഇന്ന് ഒരു 10 പേരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അങ്ങ് ആ നഗരത്തെ നശിപ്പിക്കുമോ എന്ന് അബ്രഹാം ചോദിക്കുമ്പോൾ അനുതപിക്കുന്നവരെ പ്രതി, നീതിമാന്മാരെ പ്രതി, പാപത്തെക്കുറിച്ച് അത് തെറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നവരെ പ്രതി ആ നഗരത്തെ ദൈവം രക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പം അനുതാപം ഒരു രീതിയാണ്. ഇനിയും നമ്മൾ ചില മനുഷ്യർ അങ്ങനെ കുറേ പ്രാർത്ഥിച്ച് ചെന്നെത്തുന്ന ഒരു നിശബ്ദതയിലൊരു പ്രാർത്ഥനയുണ്ട്. ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അത് നിശബ്ദമായ പ്രാർത്ഥനാ ജീവിതമാണ് കൗദാശിക ജീവിതം. നമ്മൾ പള്ളി വരുന്നു, പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ കുമ്പസാരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു. അവിടെ ചിലപ്പോൾ അലറി വിളിച്ചുള്ള പ്രാർത്ഥനയൊന്നുമില്ല. എനിക്ക് തന്നേ പറ്റൂ, തന്നില്ലെങ്കിൽ ഞാൻ പള്ളി വരികയില്ല എന്നുള്ള ഒരു വർത്തമാനമൊന്നും അവിടെ ഇല്ല. അവിടെ നിശബ്ദമായിട്ട് അങ്ങനെ മൂവ് ചെയ്യുന്നു, കർത്താവിൻ്റെ കൂടെ അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തന്നാലും ശരി, തന്നില്ലെങ്കിലും ശരി. അത് സങ്കീർത്തനം 69:13 കർത്താവേ ഞാൻ അങ്ങയോട് വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങയോട് ഞാൻ കേണപേക്ഷിക്കുന്നു, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം വരണം, ഇഷ്ടമുള്ളപ്പോൾ തന്നാൽ മതി, ഞാൻ അതുവരെ അങ്ങയുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ ഒരു രീതിയും അതാണ് കുറച്ചുകൂടി സേഫായിട്ടുള്ള രീതി. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഈ അബ്രഹാം ഇന്ന് ദൈവത്തിന് മുമ്പിൽ ആ നഗരത്തിന് വേണ്ടി വാദിക്കുന്നത് നമ്മൾ കണ്ടു. ഞങ്ങളെയും പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണമേ, യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവരെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിച്ചല്ലോ, ഞങ്ങളെയും പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ അവരെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്തു. ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു കൊടുത്ത ഈശോ തൻ്റെ വ്യക്തിപരമായ ഒരു അവസ്ഥ വന്നപ്പോൾ ഈശോ പ്രാർത്ഥിച്ചെന്താ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. ഈ അബ്രഹാം ഇന്ന് ജനത്തിന് വേണ്ടി, സോദോം ഗൊമോറയ്ക്ക് വേണ്ടി വാദിച്ച് അബ്രഹാം 22-ാം അധ്യായം എത്തുമ്പോൾ ബലിക്കുള്ള കുഞ്ഞാടവിടെ എന്ന് മകൻ ചോദിക്കുമ്പോൾ, മകനെ ബലിയർപ്പിക്കാൻ മോറിയാമലയിലേക്ക് പോവുകയാണല്ലോ. അവിടെ എനിക്ക് പറ്റില്ല കർത്താവേ, എനിക്ക് കിട്ടിയ അവസാന കാലഘട്ടത്തിൽ കിട്ടിയ മകനെ ഞാൻ ബലി തരില്ല എന്നൊന്നും പറയുന്നില്ല. മൗനമായിട്ട് പോയിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം 8-ാം അബ്രഹാം പറയാണ്, ബലിക്കുള്ള കുഞ്ഞാടിന് ദൈവം തന്നെ തരും. ഇത് ഒരു പരാതിയുമില്ല, ദൈവത്തിന് ഇഷ്ടം നിറവേറട്ടെ എന്നൊരു ചിന്ത. ഇത് യഥാർത്ഥത്തിൽ നല്ലൊരു പ്രാർത്ഥനയാണ്. ഇത് ഞാനിങ്ങനെ വിചാരിക്കണം, വാചാലരാകാറുണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ. അബ്രഹാം ഇന്ന് സോദോം ഗൊമോറയ്ക്ക് വേണ്ടി വാചാലനായി. ഈശോ ശിഷ്യന്മാർ പ്രാർത്ഥന ചോദിച്ചപ്പോൾ ഈശോ വാതോരാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ അനുതാപത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്, അവിടെ നിശബ്ദതയുണ്ട്. ഒരു അനുതാപി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന നിശബ്ദമായിരിക്കും. അനുതപിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന നിശബ്ദമായിരിക്കും. ധൂർത്തപുത്രൻ വീട്ടിൽ വന്നിട്ട്, അപ്പാ എനിക്ക് ഭക്ഷണമില്ലപ്പ, കുറേ നാളായി ഞാൻ പട്ടിണി കിടക്കുകയാണ്, എനിക്ക് നല്ല വസ്ത്രമില്ല, എനിക്ക് ചെരുപ്പില്ല, എന്തേലും ചോദിച്ചോ
എന്തേലും ചോദിച്ചോ? അവൻ പാപം മാത്രം പറഞ്ഞുള്ളൂ. അതാണ് പരിപൂർണ സമർപ്പണത്തിലേക്ക് വരുമ്പോഴുള്ള പ്രാർത്ഥനയുടെ ഒരു ലക്ഷണമാണ് നിശബ്ദത. വേറെ ഒന്നും ചോദിക്കാല്ല. നമ്മൾ ഇന്ന് കുമ്പസാരക്കൂട്ടിൽ ആളുകൾ വരുമ്പോഴും അവർ കുമ്പസാരത്തിനോടൊപ്പം ചിലപ്പോൾ ആദ്യം ഒരു പ്രാർത്ഥന പറഞ്ഞായിരിക്കും തുടങ്ങുന്നത്. അല്ലെങ്കിൽ വേഗം ഒന്ന് കുമ്പസാരമൊക്കെ അങ്ങോട്ട് ഒതുക്കിയിട്ട് അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. യഥാർത്ഥത്തിൽ പരിപൂർണ സമർപ്പണം നടത്തുന്നവന് പരിപൂർണ നിശബ്ദത ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ 18-ാം അധ്യായത്തിൽ അബ്രഹാം സോദോം ഗൊമോറയ്ക്ക് വേണ്ടി വാദിച്ച അബ്രഹാം 22-ാം അധ്യായത്തിൽ തൻ്റെ കാര്യം വന്നപ്പോൾ അനക്കമില്ല. എനിക്കത് തന്നേ പറ്റൂ കർത്താവേ, എനിക്കെൻ്റെ ഇസഹാക്കിനെ തന്നേ പറ്റൂ എന്ന് പറയുന്നില്ല. ഈശോയും ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, എനിക്ക് തന്നേ പറ്റൂ, എനിക്ക് ഈ കുരിശിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ മോചിപ്പിച്ചേ പറ്റൂ. അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല. അതാണ് പരിപൂർണ സമർപ്പണം ചെയ്തവൻ്റെ പ്രാർത്ഥന നിശബ്ദമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് പരിശീലിക്കണം. നമ്മൾ പരിപൂർണ നിശബ്ദതയുള്ള പ്രാർത്ഥന അതാണ് നമുക്ക് വേണ്ടത്. എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല കർത്താവേ, ഞാൻ അങ്ങയുടെ കൂടെ നിന്നോളാം. അങ്ങനെ പരിപൂർണ സമർപ്പണമില്ലാത്തവനാണ് ചരട് കെട്ടാനും തൂവാല കെട്ടാനും താക്കോല് കെട്ടാനും പോകുന്നത്. പരിപൂർണ സമർപ്പണമില്ലാത്തവൻ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യും. കർത്താവിനെ വിട്ടുകളയും, കർത്താവിനെ പാതി വഴി ഉപേക്ഷിച്ച് കളയും, അവൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോവും. അതാണ് പ്രത്യാശ കൈവടിയാത്തവൻ ഭാഗ്യവാൻ. കർത്താവിൽ പ്രത്യാശ കൈവടിയാത്തവൻ ഭാഗ്യവാൻ. അത് നമുക്കിന്ന് ഈ ഒരു സന്ദേശം സ്വീകരിക്കാം. നമ്മൾ യഥാർത്ഥത്തിൽ അപ്പോൾ നല്ല സമർപ്പണത്തിൻ്റെ അറ്റത്തെത്തിയോ? ഇനിയും സമർപ്പിക്കാനുണ്ടോ എന്നാണ് ഈശോയും അബ്രഹാമും ചിന്തിച്ച ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വരിക. പന്നിക്കൂട്ടിൽ കടന്ന ധൂർത്തപുത്രന് പോലും, ആ പാപിയായ മനുഷ്യന് പോലും എന്താണ് സമർപ്പണമെന്ന് മനസ്സിലായി. നമുക്കിനിയും മനസ്സിലായിട്ടില്ലേ സമർപ്പണം എന്താണെന്നും? ഈശോയെ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങാം. ഈ ഒരു കത്തോലിക്ക വിശ്വാസ ജീവിതം, ഈ തീർത്ഥാടനം, ഈ ബലിയർപ്പണം, കൗദാശിക ജീവിതം, അതെല്ലാം അതിനെ സഹായിക്കട്ടെ. നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്കു വന്ന എൻ്റെ യേശുവേ, മോഹങ്ങൾ തൻ താഴ്വരയിൽ ഞാനലയം നാളുകളിൽ സ്നേഹമോടെ തേടി വന്ന നിന്റെ കാരുണ്യം സ്മരിച്ചിടുമെന്നുമേ ഞാൻ സ്തുതിച്ചിടുമങ്ങയെ, സ്മരിച്ചിടുമെന്നുമേ ഞാൻ സ്തുതിച്ചിടുമങ്ങയെ. തിരുഹിതമാണെനിക്ക് ഏക പാതയെന്നും നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്കു വന്ന എൻ്റെ യേശുവേ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് കർത്താവിനൊന്ന് വിളിച്ചപേക്ഷിച്ചാലോ? കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ മനമറിഞ്ഞ് കണ്ണുകളടച്ച് ഞാനും കർത്താവും മാത്രം അങ്ങനെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയരട്ടെ, സ്വരമുയരട്ടെ. ദാവീദിന്റെ പുത്ര യേശുവേ എന്ന് ബർത്തമേസ് വിളിച്ചതുപോലെ നിനക്ക് അനുഗ്രഹം വേണോ? നിന്റെ അനുഗ്രഹത്തിന്റെ ആ ഇന്റൻസിറ്റി അനുസരിച്ച് നീ കർത്താവിനെ വിളിക്ക്. നിനക്ക് കുഞ്ഞിനെ വേണോ? നിനക്ക് കുടുംബത്തിൽ കടബാധ്യത മാറണോ? ജോലി വേണോ? നിനക്ക് ഭവന നിർമ്മാണം പൂർത്തിയാകണോ? വിവാഹം നടക്കണോ? നീ വിളിക്ക്, കർത്താവിനെ വിളിക്ക്. നിന്നോട് കരുണ കാണിക്കാൻ കർത്താവിന് കഴിയും. പ്രത്യാശ കൈവടിയാത്തവരെ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ വിശ്വസിക്കുന്ന, അങ്ങയുടെ ഹൃദയത്തിൽ ദൈവമായി ആരാധിക്കുന്ന ഈ ദാസീദാസന്മാർ ഇപ്പോൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളിലേക്കും യേശുവിൻ്റെ അത്ഭുത ശക്തി വന്ന് നിറയട്ടെ. കാലങ്ങളായി നിലനിൽക്കുന്ന തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹന്ന ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു.
ഒരു കൊച്ചിന് വേണ്ടി 1 സാമുവേൽ 1:10 ഞാൻ അവനെ കർത്താവിന് മുന്നിൽ പ്രതിഷ്ഠിച്ചോളാം എന്ന് പറഞ്ഞ് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. ഓ കർത്താവേ, നിയോഗങ്ങൾ പൂർത്തീകരിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കട്ടെ. ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. മാരകമായ രോഗങ്ങൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന രോഗികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. രാത്രികാലങ്ങളിൽ സുഖനിദ്ര ലഭിക്കട്ടെ. കൂടെ കൂടെ വരുന്ന അപകടങ്ങൾ, ദുരിതങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വഴിമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 ആരാധന. നമുക്ക് നമ്മുടെ വിശ്വാസം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പിതാവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരവധി പ്രാർത്ഥനകളുടെ സമ്മർദ്ദത്തിന് ഞങ്ങൾ വിധേയരാണ്. സ്നേഹപിതാവായ ദൈവമേ, കത്തോലിക്ക സഭയെ സംരക്ഷിക്കുകയും കത്തോലിക്ക സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയെയും അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കത്തോലിക്ക സഭ പ്രത്യാശ കൈവടിയാത്തവരെ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്ന മാതാപിതാക്കളെ ഓർക്കുന്ന ദിവസമാണല്ലോ. ഞങ്ങൾ വൃദ്ധരായ എല്ലാ മാതാപിതാക്കളെ, ഏകസ്ഥരായവരെയും ഏകാന്തതയിൽ കഴിയുന്നവരെയും ഒറ്റപ്പെട്ട രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും അങ്ങ് ആശ്വാസമായി അങ്ങ് അനുഭവിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നണഞ്ഞിരിക്കുന്ന എല്ലാ തീർത്ഥാടകരെയും അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളോട് ചേർത്ത് വെച്ച് അവരെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. നിരവധി ആവശ്യങ്ങൾക്ക് ഞങ്ങൾ വിധേയരാണ്. കർത്താവേ, അങ്ങ് കൂടെ ഉള്ള ദൈവമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുമാർ ഞങ്ങളൊന്ന് സ്പർശിക്കണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ.
പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ സമൃദ്ധിയിൽ നിന്ന് ഞങ്ങൾ അങ്ങേക്കായി കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമേ. അങ്ങേ കൃപയുടെ ശക്തമായ പ്രവർത്തനങ്ങളാൽ ഈ പരമപരിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഇഹലോക ജീവിത രീതികൾ വിശുദ്ധീകരിക്കുകയും നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൽ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും
രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആഖയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ മോസ്റ്റ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ സഹായരാജിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ എല്ലാവരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസെഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും
കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം പരസ്പരം നിങ്ങൾ ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാളെ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാളെ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാളെ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.